ഗുഡ് ഈവനിങ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാനൊരു അധ്യാപകനും അറ്റോർണിയാണെങ്കിലും ചർച്ചിൽ മിനിസ്റ്റർ ചെയ്യുന്നൊരാളാണ്. ഈ മനോഹരമായ ആലയത്തിൽ വരുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ആലയത്തെക്കുറിച്ച് ഞാൻ കേട്ടിരുന്നു. ഈ ചർച്ചിലുള്ള പലരെയും എനിക്കറിയാം. ഇന്നത്തെ ഇനാഗുറേഷൻ ലൈബ്രറി ആൻഡ് മ്യൂസിയം എന്നതിനെ കുറിച്ചായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്തതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. സാധാരണ ചർച്ചിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചർച്ചിൽ വളരെ ദീർഘവീക്ഷണം ഉള്ള ആളുകളുണ്ട്. നിങ്ങൾ ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. മോശ ഇസ്രായേൽ മക്കളെ ഇസ്രായേലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് വാഗ്ദത്ത നാട്ടിലാക്കുന്നതിന് മുമ്പ് അവരോട് കൽപ്പിച്ചു. ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്, നിങ്ങൾ വന്ന വഴികൾ, മറ്റു കാര്യങ്ങൾ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മക്കളോടും കൊച്ചുമക്കളോടും പറയണം. നമ്മൾ കേരളത്തിൽ നിന്ന് വന്നവരാണ്. ഞാൻ ഒരു ചരിത്ര ഗവേഷകനാണ്. ഞങ്ങളുടെ കുടുംബയാത്രയിൽ ഞാനാണ് ഏകദേശം 2 വർഷം നിരന്തരമായി ഓരോ വീടുകളിൽ പോയി പ്രായമുള്ളവരോടും അല്ലാത്തവരോടും കൂടെ പോയി ചോദിച്ച് മനസ്സിലാക്കി ഞാൻ എഴുതി. 2 വർഷത്തെ പ്രയത്നം ഉണ്ടായിരുന്നു. 95-ലാണ് എഴുതിയത്. അന്നാണ് ഈ സെന്റ് തോമസ് വന്ന കാര്യമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ പല കുടുംബങ്ങളും കുടിയേറ്റമാണ്. മനുഷ്യജീവിതം കുടിയേറ്റത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകും. ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് വന്നു. പ്രധാനമായിട്ട് ഈ ലൈബ്രറി മ്യൂസിയത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ചില കാര്യങ്ങളോട് പറയാം. ലൈബ്രറിയുടെ ആവശ്യം എന്താണെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ കുടുംബയാത്ര എഴുതാൻ പോയപ്പോൾ എവിടെയെങ്കിലും കുറച്ച് അറിവ് കിട്ടുമോ എന്ന് നോക്കി ഞാൻ പോയി. പല വാമൊഴിയാലാണ് കിട്ടിയത്. വരമൊഴിയാലായിട്ട് കിട്ടിയത് വളരെ കുറവായിരുന്നു. വാമൊഴിയാണ് കൂടുതൽ കിട്ടിയത്. എന്ന് പറഞ്ഞാൽ റൈറ്റിങ്ങിലുള്ളത് വളരെ കുറവാണ്. കുടുംബചരിത്രം എഴുതിയിട്ടുള്ളവരുണ്ടെങ്കിലേ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ലൈബ്രറിയുടെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള പുസ്തകങ്ങളുണ്ടെങ്കിൽ ഈ ചർച്ചിലുള്ളവരോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒരു ഗവേഷണം നടത്താനോ അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പഠനം നടത്താനായിട്ട് സാധിക്കും. ഈ ചർച്ചിലുള്ളവർ ഇവിടുന്ന് വന്ന് ഏതൊക്കെ ദേശത്തുനിന്ന് വന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ മ്യൂസിയത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇപ്പോൾ പുസ്തകങ്ങളുണ്ട്, വേദപുസ്തകങ്ങളുണ്ട്, എല്ലാവരുടെയും കയ്യിലുണ്ട്. എന്നാൽ നിങ്ങൾ ആരെങ്കിലും 1-ാം നൂറ്റാണ്ടിലെ പുസ്തകങ്ങളുണ്ടോ? അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിലല്ല ഈ പ്രിന്റ് ചെയ്തതിന് ശേഷമുള്ള പുസ്തകങ്ങൾ. ഈ മലയാളം ബൈബിൾ എടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ വ്യത്യാസമാണ്. ഇന്നുള്ള പുസ്തകവും അല്ലെങ്കിൽ 15-ാം നൂറ്റാണ്ടിലെ വേദപുസ്തകത്തോട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചില വാക്കുകൾ, കാരണം അത് ആവശ്യമായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന പദങ്ങളാണ് ആ ബൈബിളിൽ ചേർത്താൽ എന്നെങ്കിലേ അവർക്ക് മനസ്സിലാക്കും. എന്നാൽ ഇന്ന് ബൈബിളിൽ ചില വ്യത്യാസങ്ങൾ വരുത്തി അങ്ങനെ പോകുന്നതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് ആ മ്യൂസിയത്തിൽ പഴയ വേദപുസ്തകം കിട്ടുമെങ്കിൽ നിങ്ങൾ കൊണ്ടുവരണം. ആളുകൾ കമ്പയർ ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ആ ഒരു നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് മറ്റ് ചർച്ചകളിലും അത് ചെയ്യുന്നത് ഉചിതമായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ഈ ചർച്ചിനോടനുബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് മറ്റ് തലമുറകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വേദപുസ്തകം ഉണ്ടായതുകൊണ്ടാണല്ലോ നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചത്. ഇസ്രായേൽ മക്കൾ ഈജിപ്തിലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ വേദപുസ്തകത്തിലെങ്കിൽ പഴയതല്ലെങ്കിൽ നമ്മളങ്ങനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ മലയാളി കുടിയേറ്റത്തെ കുറിച്ച് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അമേരിക്കയിൽ. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് 1960-ലാണ് കുറച്ച് പേരൊക്കെ വന്നത്. അന്ന് തിയോളജി പഠിക്കാനും മറ്റൊരു സ്റ്റുഡൻ്റായിട്ടൊക്കെ വന്ന് കുറച്ച് പേരുണ്ട്. അതിന് മുമ്പ് പഞ്ചാബികൾ വന്നിട്ടുണ്ട്. എന്നാൽ മലയാളികളെ കുറിച്ച് ചിന്തിച്ചപ്പോൾ 1970s മുതലാണ് ഇങ്ങോട്ട് വരാനായിട്ട് തുടങ്ങിയത്. ഇപ്പോൾ ഫോർട്ട്മൻ കൗണ്ടിയിൽ ധാരാളം മലയാളി കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഈ ചർച്ചിൽ തന്നെ ഒരുപാട് ആളുകൾ വരുമ്പോൾ നമ്മുടെ വി ക്യാരീസ് അവർ കൾച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അമേരിക്കയിൽ കൾച്ചറൽ കോൺഫ്ലിക്റ്റ് കാണാനായിട്ട് കഴിയും. ഈ മെയ് 17-ാം തീയതി ഞാൻ ഫാമിലി മീഡിയേഷൻ്റെ ഒരു വെബിനാർ നടത്തുന്നുണ്ട്. ഫാമിലി മീഡിയേഷൻ ഞാൻ അതിനകത്ത് അവതരിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കൾച്ചറൽ കോൺഫ്ലിക്റ്റ്. കൾച്ചറൽ ഇഷ്യൂ ഉണ്ട്, കൾച്ചറൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. കൾച്ചറൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ വന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 3-4 തലമുറകളെ കാണാൻ സാധിക്കും. ചിലർക്ക് 4, ചിലർക്ക് 3. അപ്പോൾ ഒരു തലമുറ എന്ന് പറയുന്നത് 30 വർഷം ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിൽ 30 വെച്ച് 1960 മുതലോ അല്ലെങ്കിൽ 70 മുതലോ കണക്കൂട്ടുമ്പോൾ ഒരു 4ാമത്തെ തലമുറയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഒരു തലമുറയിൽ നിന്ന് മറ്റു തലമുറയിലേക്ക് നമ്മുടെ കൾച്ചർ കൈമാറ്റം ചെയ്യുമ്പോൾ അതിന് ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം നിങ്ങൾ വേറൊരാളോട് പറയുമ്പോൾ കുറച്ച് വ്യത്യാസപ്പെടുത്തിയേ പറയാൻ പറ്റും. കാരണം നിങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നില്ല. എന്നാൽ 2 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആധ്യാത്മിക രംഗത്തും സാംസ്കാരിക രംഗത്തേക്കുള്ളൊരു തിരഞ്ഞെടുപ്പ്.
നമ്മൾ വന്ന വഴികൾ ഓർക്കണമെന്ന് പറയാറുണ്ട്. വന്ന വഴികൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കാറുണ്ട്. വന്ന വഴികൾ കുറച്ച് മുന്നോട്ട് വന്നിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കണം. ഒരു 10-30 വർഷം കഴിഞ്ഞവർ പുറകോട്ട് തിരിഞ്ഞു നോക്കണം. ജീവിതത്തിൽ വെച്ച് ചിന്തിക്കുമ്പോൾ 4 സ്റ്റേജസ് നമുക്ക് കാണാനായിട്ട് കഴിയും. 1 മുതൽ 20 വരെ, 20 മുതൽ 40 വരെ, 40 മുതൽ 60 വരെ, 60 മുതൽ 80 വരെ. 60 കഴിഞ്ഞവർ വന്ന വഴിയിലേക്ക് തിരിഞ്ഞു നോക്കണം. അപ്പോൾ ദൈവം നടത്തിയ വഴികളും നമ്മളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും കാണാനായിട്ട് കഴിയും. അമേരിക്കയിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ നിരീക്ഷണത്തിൽ കണ്ടിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കൾച്ചറൽ കോൺഫ്ലിക്റ്റ് നേരിടുന്നുണ്ട്. നിങ്ങൾ ഇന്ത്യയിലായിരുന്ന സമയത്ത് വരുന്ന സ്വഭാവവും അമേരിക്കയിലായ സ്വഭാവവും ഒന്ന് താരതമ്യം ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും. കുറേ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട്? അത് ഇവിടുത്തെ സാംസ്കാരിക രംഗത്തുള്ള ആ സ്വാധീനം, അത് നമ്മളെ സ്വാധീനിക്കും. കുറച്ച് മൊത്തം നമ്മൾ ഉൾക്കൊള്ളത്തില്ല. കാരണം നമുക്കൊരു പാരമ്പര്യമുണ്ട്, നമ്മുടെ ഒരു കൾച്ചറുണ്ട്, അത് നമ്മൾ പിന്തുടരുന്നു. അതുകൊണ്ടാണ് ഇവിടെ വന്നപ്പോൾ ഈ നിലയിൽ കഴിയുന്നത്. ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞു, നിങ്ങൾ എവിടെ പോയാലും നിങ്ങളൊരു സമൂഹമായിട്ട് ജീവിക്കണം. എനിക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങളൊരു സഭയായിട്ട് ഇപ്പോൾ കമ്മ്യൂണിറ്റി ആയിട്ട് വേണം. അത് കമ്മ്യൂണിറ്റിയുടെ ഒരു ഇതാണ് ഈ ചർച്ച്. ഈ ചർച്ചിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ ട്രഡീഷനെ കുറിച്ച് പറയാനായിട്ട് കഴിയും. നിങ്ങളുടെ വിശ്വാസം നിലനിർത്താനായിട്ട് സാധിക്കും. അത് നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അവർ കണ്ടും കേട്ടും പഠിക്കണം. നിങ്ങൾ പറയുന്നത് വ്യത്യാസമല്ല, എന്നാൽ കണ്ടും കേട്ട് അവർ വരികയും പോവുകയും ചെയ്യുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കണ്ടും കേട്ട് പഠിക്കുമ്പോൾ അവരതിൽ നിലനിൽക്കും. എന്നാൽ 100% നിലനിൽക്കില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ തലമുറകൾ കുറെ കഴിയുമ്പോൾ കുറേശ്ശെ വ്യത്യാസം വരും. എന്നാലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു തലമുറയെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ കടമ എന്താണ്? നമ്മുടെ സംസ്കാരം, നമ്മുടെ കൾച്ചർ, നമ്മുടെ വിശ്വാസം, ആധ്യാത്മിക രംഗത്ത് നമ്മുടെ വിശ്വാസം എന്താണ്, നമ്മൾ പഠിച്ചത് എന്താണ്, ആ വിശ്വാസത്തിലാണ് ഇവിടെ പോകുന്നത്. അത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് നമ്മുടെ മക്കൾക്ക് ഏതെല്ലാം നിലയിൽ അവർ ചർച്ചയിൽ കൊണ്ടുവരുമ്പോൾ മനസ്സിലാവും. സൺഡേ സ്കൂളിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ഈ ലൈബ്രറിയിൽ ഇംഗ്ലീഷ് പുസ്തകവും മലയാള പുസ്തകവും ഉണ്ടെങ്കിൽ മലയാളം ഇംഗ്ലീഷ് അറിയുന്നവർ അത് വായിക്കും. എന്നാൽ നമ്മുടെ തലമുറ കഴിയുമ്പോൾ, ഇത് 2ാമത്തെ 3ാമത്തെ തലമുറയിൽ വരുമ്പോൾ മലയാളം വായിക്കുകയില്ല. എന്നാൽ കുടിയേറ്റമുള്ളിടത്തോളം കാലം ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. അമേരിക്ക ഒരു കുടിയേറ്റ രാജ്യമാണ്. ആ കുടിയേറ്റ രാജ്യത്തിലേക്ക് ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കും. എന്നാൽ കർത്താവിന്റെ വരുന്നത് താമസിച്ചാൽ ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇനിയും വന്നുകൊണ്ടിരിക്കുമ്പോൾ പുതിയ തലമുറയിൽപ്പെട്ടവരും പഴയ തലമുറയിൽപ്പെട്ടവരും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ഈ സാംസ്കാരിക രംഗത്തുള്ള മാറ്റം നമ്മുടെ മക്കളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുമ്പോൾ അവരെ നമ്മൾ കഠിനമായിട്ട് ശാസിക്കാൻ പാടില്ല. കാരണം അവർക്ക് അത്രയും ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. കാരണം അവർ കണ്ടും കേട്ടത് നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് നമ്മൾ കേട്ട കാര്യമുണ്ട്. നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് കേട്ട കാര്യങ്ങൾ നമ്മൾ അതേപടി സ്വീകരിക്കും. കാരണം നമ്മൾ ഇന്ത്യയിലായിരുന്നു. എന്നാൽ അമേരിക്കയിൽ വരുമ്പോൾ മക്കൾക്ക് ചെറിയ വ്യത്യാസം വരും. എന്നാൽ ആ വ്യത്യാസം നമ്മൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ അവിടെ കൾച്ചറൽ കോൺഫ്ലിക്റ്റ്, കൾച്ചറൽ ഇഷ്യൂസ് അതെല്ലാം വരുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോയി. നമ്മുടെ ജീവിതത്തിൽ ഒരു പിന്തിരിഞ്ഞ് നോട്ടം അത്യാവശ്യമാണ്. കാരണം 60 കഴിഞ്ഞവർ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മക്കളിൽ വന്ന മാറ്റങ്ങൾ, നമ്മുടെ തലമുറകളിൽ വന്ന മാറ്റങ്ങളൊക്കെ കാണുവാനായിട്ട് കഴിയും. ഈ മലയാളം ചിലപ്പോൾ ആളുകൾ സംസാരിച്ചില്ലെന്നേക്കാം. എങ്കിലും അവരോട് പറഞ്ഞു കൊടുക്കണം, നമ്മൾ എവിടെ നിന്ന് വന്നു. ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ഒരു ഈ ചർച്ചകളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. പിന്നെ നമ്മുടെ വിശ്വാസം മറ്റുള്ളവർ അവരോട് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ വിശ്വാസം ഇതാണ്, നമ്മുടെ ഈ പൈതൃകമാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അത് അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നമ്മുടെ കടമ നമ്മൾ നിർവഹിക്കുകയാണ്. നമ്മൾ പറയാതെ കഴിഞ്ഞാൽ നമ്മുടെ കടമയിൽ നിന്ന് നമ്മൾ പിന്മാറിപ്പോകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ആളുകൾ വായിച്ച് മനസ്സിലാക്കും. ഒരു സമയത്ത് ചില ആളുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, അവരുടെ ഗ്രാൻഡ് പേരൻസിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പല രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിൽ വന്നിട്ടുണ്ട്. അവർ പല കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പം ഈ ലോകം അല്ലെങ്കിൽ കർത്താവിന്റെ വരെ താമസിച്ചാൽ നിശ്ചയമായിട്ട് ഒരു 100 വർഷം മുന്നോട്ട് പോയത് എഴുതി കൊടുക്കുക. ഇപ്പോൾ ഇതിൽ നിന്ന് 100 വർഷം മുന്നോട്ടാണെങ്കിൽ നമ്മുടെ പിൻതലമുറയിൽപ്പെട്ടവർ അവരൊരു സമയത്ത് ചിന്തിക്കും, എൻ്റെ ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ് എവിടെ നിന്നാണ് വന്നത്. ഈ ലൈബ്രറിയോ ഉണ്ടെങ്കിൽ അവിടെ വന്ന് അവർക്ക് ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മല്ലപ്പള്ളിയിൽ നിന്നാണ് വന്നത്, തിരുവല്ലയിൽ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് വന്നത്. ഞാനത് ആഗ്രഹിച്ച് പോയപ്പോൾ പലരും പല കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമ്മുടെ ഈ വാമൊഴിയാൽ പറഞ്ഞു കൊടുക്കുന്നത് നിലനിൽക്കും. ഞാൻ എൻ്റെ മകനോടൊരു കാര്യം പറയുന്നത് അവൻ അവൻ്റെ മകനോട് പറഞ്ഞു കൊടുക്കണം. അതങ്ങനെയാണെങ്കിൽ അതിന് തലമുറയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഞാനിങ്ങനെ ചിന്തിക്കുക, ആദാമും ഹവ്വയും സൃഷ്ടിച്ച കാര്യം മോശയെ എങ്ങനെ മനസ്സിലാക്കിയത് ദൈവം പറഞ്ഞു കൊടുത്തിട്ടാണ്. അല്ലെങ്കിൽ പിന്നീട്
ആളുകൾ എങ്ങനെ മനസ്സിലാക്കി, അതപ്പോൾ വാമൊഴിയാൻ വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇങ്ങനെയൊരു പ്രോജക്റ്റ് ഇവിടെ ഉദ്ഘാടനം ചെയ്തതിൽ വളരെ സന്തോഷിക്കുന്നു. അതുപോലെ ഇങ്ങനെ സംസാരിക്കാനായിട്ട് എനിക്കൊരു അവസരം തന്നതിലും നിങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. കൂടി നമ്മൾ പ്രവാസികളാണ്, ബൈബിൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് പ്രവാസികളാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പിന്തലമുറകൾ പ്രവാസികളല്ല, അവരിതിനകത്ത് ലയിക്കും, ഈ കൾച്ചറിൽ ലയിക്കും. അത് കുറെ പേരൊക്കെ നിശ്ചയമായിട്ടും അവർ ലയിച്ച് വിവിധ കൾച്ചർ ഇവിടെ കാണാൻ പല കൾച്ചർ കാണാൻ കഴിയും. ആഫ്രിക്കൻ അമേരിക്കൻ കൾച്ചർ, ഹിസ്പാനിക് കൾച്ചർ, കൊക്കേഷ്യൻ കൾച്ചർ, അല്ലെങ്കിൽ ഏഷ്യൻ കൾച്ചർ, ഇങ്ങനെയുള്ള കൾച്ചർ വരും. ഇവർ വരുമ്പോൾ പിള്ളേർക്ക് അല്ലെങ്കിൽ മക്കൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവും. അവിടെയാണ് കൾച്ചറൽ കോൺഫ്ലിക്റ്റ് വരുന്നത്. ഏത് കൾച്ചറാണ് ശരിയത്? എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൾച്ചറാണ് നല്ലത്. അത് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുക. മറ്റ് കൾച്ചറിലേക്ക് പോകുമ്പോൾ അതിൻ്റെതായ വിഷമങ്ങൾ അവർ നേരിടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെയുള്ള ഒരു മ്യൂസിയവും അതേപോലെ ലൈബ്രറിയും ഇവിടെ ഉണ്ടായത് വളരെ സന്തോഷമാണ്. അത് മാത്രമല്ല, ഇതിന് അപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ചർച്ചയായിട്ട് ചെയ്യണം. നിങ്ങൾക്ക് സാധ്യം, നമുക്ക് പലപ്പോഴായിരിക്കും പലതും അസാധ്യമാണ്. എന്നാൽ നിശ്ചയമായിട്ട് നമുക്കൊരു മനസ്സ്, ഒരു താല്പര്യമുണ്ടെങ്കിൽ പലതും ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു അവസരം തന്നതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.